ഉണ്ണിക്കണ്ണനെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. LKG തൊട്ട് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ടാവാം, പള്ളിയും ജീസസും മാതാവും എനിക്കെന്നും പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. ചാപ്പലിലെ മാതാവിന്റെ ഗ്രോട്ടോയുടെ മുൻപിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കാതെ ക്ലാസ്സിലേക്ക് പോകുന്ന ദിവസങ്ങൾ വിരളമായിരുന്നു അന്നൊക്കെ. ഒരമ്മയുടെ വാത്സല്യത്തോടെ മാതാവ് നമ്മെ ചേർത്ത് നിർത്തുമെന്ന് ഇപ്പോഴും മനസ്സിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുതലക്കൊടുത്ത മുത്തപ്പനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഉയർത്തെണീറ്റ് ഉദിച്ചു നിൽക്കുന്ന യേശുക്രിസ്തു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും മരിച്ചു ജീവിച്ച ഒരു അനുഭവം ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഒരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റുപോയതോ ആയിരിക്കാം. കാലം ചെല്ലുന്തോറും നമ്മുടെ പ്രശ്നങ്ങളും മാറി മാറി വരും. ശരീരത്തെ തളർത്തിപ്പോയ അസുഖങ്ങൾ, മാനസികമായി തകർന്നടിഞ്ഞുപോയ നിമിഷങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. ഈ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും നമുക്ക് കരകയറാൻ സാധിക്കുകയില്ലായിരിക്കുമെന്ന് വിലപിച്ചിരിക്കുന്ന നിമിഷങ്ങൾ, ജീവിതം തകർന്നടിഞ്ഞുവെന്ന് മനസ്സിൽ ആവർത്തിച്ചുറപ്പിച്ച സന്ദർഭങ്ങൾ. പക്ഷേ എത്ര തളർന്നിരുന്നാലും എവിടെ നിന്നോ ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ വരും. ആ ഊർജം നമ്മളോട് പറയും, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല, നിനക്ക് മുന്നോട്ട് പോകണ്ടേ, നിനക്കിനിയും മുന്നേറാൻ കുറേയുണ്ട്. ആ ഊർജം നമ്മുടെ മരവിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തെണീക്കുവാൻ സഹായിക്കും. ജീസസ് ക്രൈസ്റ്റ് നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയല്ലേ? ബൈ കോൺകറിങ് ഡെത്ത്. സോ ലെറ്റ് us remind ourselves to rise from our weakness, to rise from our sorrows, to rise from our problems, and paint a new journey of life with love and peace. Have a blessed Easter, everyone.